ഷാർജ വികാരി, ഷാർജ MCYM യൂണിറ്റ് അംഗങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, ധന്യൻ മാറിവാനിയസ് പിതാവിന്റെ 71ാം ഓർമ്മ പെരുന്നാൾ ഈ ജൂലൈ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. 10-ാം തീയതി പദയാത്ര ആരംഭിച്ച് 15-ാം തീയതി പെരുന്നാളോടുകൂടിയാണല്ലോ നമ്മുടെ ഈ ഓർമ്മ തിരുനാൾ സമാപിക്കുന്നത്. നാം ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിന് ഒരു പ്രത്യേക പശ്ചാത്തലം കൂടിയുണ്ട്. ശതാബ്ദി ആഘോഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓരോ വർഷവും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്താണ് നാം ഇത് നടത്തപ്പെടുന്നത്. 1-ാമത്തെ വർഷം വചനവർഷം, 2 കൂദാശ വർഷം, 3 ഉപവിവർഷം, 4 കുടുംബ വർഷം, 5 പ്രേക്ഷിത ദൈവവിളി വർഷം, 6 ബാല യുവജന സമർപ്പണ വർഷം, 7 ശതാബ്ദി വർഷം. പ്രകാരം 7 തീമുകൾ വെച്ചുകൊണ്ടാണ് നാം ഈ വർഷം മുതൽ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ധന്യൻ മാറിവാനിയസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നമ്മൾ നടത്തുന്നത്. ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. മാറിവാനിയസ് പിതാവിനെ ധന്യനായി ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉയർത്തിയത് നമുക്കറിയാമോ. അത് മാറിവാനിയസ് പിതാവ് വിശുദ്ധ പദവിയിലേക്ക് നടന്ന് അടുക്കുന്നതിന്റെ അടുത്ത പടിയായിട്ടാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ധന്യ മുഹൂർത്തത്തിൽ കൂടെയാണ് ഈ വർഷം നാം മാറിവാനിയസ് പിതാവിന്റെ 71ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നു. മാറിവാനിയസ് പിതാവിനെ കുറിച്ച് നാം എപ്പോഴും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പുനരൈക്യത്തിന്റെ പ്രണേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു വിശുദ്ധനായ സഭയെ നയിച്ച, സഭയെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് എത്തിച്ച ഒരു വിശുദ്ധനായ മെത്രാപ്പോലീത്ത, ആ ധന്യപദവിയിലേക്കാണ് ഈ വർഷം എത്തിയിരിക്കുന്നത്. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അകന്നിരുന്ന ഒരു ജനതയെ പുനരൈക്യം എന്ന വലിയ സംഭവത്തിലൂടെ സഭയിലേക്ക്, കത്തോലിക്ക തിരുസഭയിലേക്ക് തിരികെ എത്തിച്ചു എന്നുള്ളതാണല്ലോ മാറിവാനിയസ് പിതാവിന്റെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. വളരെ ഏറെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും മനനത്തിനും ശേഷമാണ് ധന്യൻ മാറിവാനിയസ് പിതാവ് ഈ ഒരു പാതയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്കറിവുള്ളതാണ്. ആ കാലഘട്ടത്തിലെല്ലാം ദൈവാശ്രയത്തിൽ ജീവിതം നയിച്ച് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക്, ഈ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ധന്യൻ മാറിവാനിയസ് പിതാവ്. പുനരൈക്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷമതകളെയും ദൈവാശ്രയത്തിൽ ജീവിച്ചുകൊണ്ട് തരണം ചെയ്യുവാൻ മാറിവാനിയസ് പിതാവിന് സാധിച്ചു. വളരെ സഹനപൂർണമായ ഒരു ജീവിതമായിരുന്നു മാറിവാനിയസ് പിതാവിന്റെ. ആ അവസരങ്ങളിലെല്ലാം ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് തികച്ചും പ്രാർത്ഥനാരൂപിയിൽ ജീവിച്ചുകൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്യുന്നതിന് ശക്തി
കർത്താവിൽ നിന്നാണ് മാറിവാനീസ് പിതാവിനെ ലഭിച്ചത്. ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നിരാശയോടെ പ്രതികരിക്കേണ്ടി വന്നിട്ടില്ല, പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൽ ഉള്ള ആശ്രയം, തികഞ്ഞ ആധ്യാത്മികത, ഇതായിരുന്നു മാറിവാനീസ് പിതാവിനെ ഈ പുനരൈക്യത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ഇപ്രകാരം ദൈവം ഏൽപ്പിച്ച ഈ വലിയ ഒരു ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് മാറിവാനീസ് പിതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നത്. പുനരൈക്യത്തിനു വേണ്ടി സമർപ്പണം ചെയ്ത ആ പുണ്യ ജീവിതം ധന്യമായ ജീവിതമായിരുന്നു. നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം മാറിവാനീസ് പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ ദിനത്തിനായി. മാറിവാനീസ് പിതാവിന്റെ പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥനാ ചൈതന്യവും ദൈവാശ്രയ ബോധവുമാണ് നമുക്ക് വഴികാട്ടിയായി തീരേണ്ടത് എന്നുള്ളത് ഈ അവസരത്തിൽ യുവാക്കളായ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. മാറിവാനീസ് പിതാവിന്റെ ഈ പ്രാർത്ഥനാ ചൈതന്യം നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഓർമ്മപ്പെരുന്നാളിന്റെ 71 ഓർമ്മപ്പെരുന്നാളിന്റെ എല്ലാ ദൈവികാശംസകളും നേരുകയും ചെയ്യുന്നു. പ്രത്യേകമായി അനുമോദിക്കുന്നു. ദൈവം ശാരദാ യൂണിറ്റിനെ അനുഗ്രഹിക്കട്ടെ.